കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച വാർത്ത ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായ രശ്മിക മന്ദാനയുടെയും വിജയ് ദേവരക്കൊണ്ടയുടെയും വിവാഹമാണ് എന്ന് പറയാം. അത്യാഡംബരമായി നടന്ന ഒരു വിവാഹം എന്നതിനേക്കാൾ ഉപരി രാജകീയമായി നടന്ന വിവാഹമെന്നാണ് പറയുന്നത്. ശിവനെയും പാർവതിയെയും പോലെ ഒരുങ്ങിയെത്തിയ വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും വിവാഹം കഴിച്ചപ്പോൾ അനുഗ്രഹിക്കാൻ സിനിമയിൽ നിന്ന് താരങ്ങൾ ഒഴുകിയെത്തുന്നതിനേക്കാൾ ഉപരി ഇവരുടെ പ്രിയപ്പെട്ടവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഹൈദരാബാദിൽ ഇവരുടെ ഒരു വലിയ ബംഗ്ലാവിൽ കൊട്ടാരത്തിൽ വെച്ച് നടന്ന വിവാഹത്തിലാണ് ഇപ്പോൾ ഇരുവർക്കും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നത്. 200 കോടിയോളം ചിലവഴിക്കുന്ന ഒരു സിനിമാ സെറ്റ് പോലെയാണ് ഇവരുടെ വിവാഹ മണ്ഡപം ഒരുങ്ങിയത് എന്ന് പറയുന്നു. പ്രത്യേക രീതിയിൽ വിജയ് ദേവരക്കൊണ്ട ഒരുങ്ങിയതും സ്വർണ്ണാഭരണം ധരിച്ചതും കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞതും ഉൾപ്പെടെ വാർത്തയായി മാറുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് പറയാം. ഉദയ്പൂരിലാണ് ഇവരുടെ വിവാഹം നടന്നത്. പ്രശസ്തിയിലും സാമ്പത്തികത്തിലും ആരാധകരുടെ എണ്ണത്തിലുമെല്ലാം ഏറെക്കുറെ തുല്യരായ 2 താരങ്ങൾ ജീവിതത്തിൽ ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ എല്ലാവരും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് പറയാം. 2011 തൻ്റെ 22-ാം വയസ്സിൽ നൂവില എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി ഹൈദരാബാദ് സ്വദേശിയായ വിജയ് ദേവരക്കൊണ്ടയും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഫിലിം ഫെയർ അവാർഡും 3 സൈമ അവാർഡും സ്വന്തമാക്കി. ഏകദേശം 66 മുതൽ 70 കോടി രൂപ വരെയാണ് ഈ 36-കാരൻ്റെ ആസ്തി. മറുവശത്ത് 2016 കിരിക്ക് പാർട്ടിയിലൂടെ 19-ാം വയസ്സിൽ കരിയർ തുടങ്ങിയ രശ്മികയും വിജയ്ക്കൊപ്പം തന്നെ വളർന്നു. വിരാജ്പേട്ട സ്വദേശിയായ രശ്മികയ്ക്ക് ഒരു ഫിലിം ഫെയറും 4 സൈമ അവാർഡ്സും ലഭിച്ചിട്ടുണ്ട്. കരിയറിൽ 10 വർഷം തികയ്ക്കുന്നതിന് മുൻപേ 66 കോടി രൂപയുടെ ആസ്തി കൈവരിക്കാൻ ഈ 29-കാരിക്ക് സാധിക്കുകയും ചെയ്തു. ഇരുവർക്കും കൂടി ഏകദേശം 136 കോടി രൂപയുടെ സംയുക്ത ആസ്തി ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജകീയ വിവാഹത്തിന് ആധാരം എന്ന് പറയുന്നത് ഇവർ 2 പേരുടെയും 2 സ്ഥലത്തുള്ള ആചാരങ്ങൾ തന്നെയാണ്. രണ്ടും 2 സ്ഥലക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ ആചാരങ്ങൾ വളരെയധികം വ്യത്യാസമാണ്. എന്നാൽ ആ 2 ആചാരങ്ങളും ഉൾക്കൊണ്ട് ഒരുമിച്ച് സമ്മിശ്രമായി തന്നെയാണ് ഇവർ ഇപ്പോൾ ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. അത്യാഡംബരം എന്ന് പറയുമ്പോഴും ആഭരണത്തിലും വസ്ത്രത്തിലും ശൈലിയിലും ഇവർ ഒരുക്കിയ മണ്ഡപത്തിലുമാണ് ഉള്ളത്. എന്നാൽ ആളുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ തിക്കും തിരക്കും കൂട്ടി അവരുടെ നല്ല ദിവസം ഇല്ലാതാക്കാനോ അവർ ശ്രമിച്ചില്ല. മറിച്ച് നല്ലൊരു ദിവസത്തിന് വേണ്ടി അവർ അവരുടെ പരമാവധി സ്വത്തുക്കളും ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. ഏകദേശം എല്ലാവരും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവരും എത്തിയ വിവാഹം തന്നെയായിരുന്നു. ആശംസാ പ്രവാഹം തന്നെയായിരുന്നു. ഇവരുടെ വിവാഹത്തിന് ആശംസകൾ അറിയിക്കാത്ത ഒരാൾ പോലും സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് തന്നെ പറയണം. ഏറ്റവും കൂടുതൽ റൂമറുകൾക്കൊടുവിൽ ഇവർ ഒന്നിച്ചു എന്ന വാർത്ത തന്നെയാണ് എല്ലാവർക്കും സന്തോഷമായി ഇപ്പോൾ നിൽക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.